മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെ ആവശ്യങ്ങൾക്ക് ഭരണസിരാ കേന്ദ്രത്തിൽ വരാൻ വൈദികർക്ക് പേടി. വൈദികരുടെ ആവശ്യങ്ങളും ആവലാതികളും കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് ഭദ്രാസന ഓഫീസിലാണ്. പക്ഷേ ഈ ഭദ്രാസന ഓഫീസിൽ വന്ന് കാര്യങ്ങൾ പറയാൻ വൈദികർക്ക് ഭയം. അവരുടെ ആവശ്യങ്ങൾ തിരിഞ്ഞുകൊത്തുമോ, അത് നാട്ടിൽ പാട്ടാകുമോ എന്നൊക്കെയാണ് വൈദികർ പേടിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് വരെ പേടിയോ ഭയമോ മറയോ ഇല്ലാതെ ഏത് കാര്യത്തിനും ഏത് സമയത്തും ഭദ്രാസന ഓഫീസിൽ വന്ന കാര്യങ്ങൾ തീർപ്പുണ്ടാക്കി പോകാമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പരിസരത്ത് കൂടി പോയാൽ പോലും നാട്ടിൽ പാട്ടാണ്. ഇത് വേറെ എങ്ങുമല്ല, തലസ്ഥാന നഗരിയിലെ ഉള്ളൂരിലുള്ള തിരുവനന്തപുരം ഭദ്രാസന ഓഫീസിലാണ് വൈദികർ വരാൻ മടിക്കുന്നത്. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ 48 പള്ളികളും 60-ൽ പരം അച്ഛന്മാരുമുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പിരിച്ചുവിട്ടിട്ട് പുതുതായി അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ നടത്തി ഭദ്രാസനത്തിലെ തന്നെ ഒരു വൈദികൻ്റെ ഭാര്യയെ ഭദ്രാസന കൗൺസിൽ തീരുമാനപ്രകാരം മെത്രാപ്പൊലീത്ത നിയമിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള കവടിയാർ പള്ളി വികാരി ഫാദർ മാത്യു ഫിലിപ്പിൻ്റെ ഭാര്യയ്ക്കാണ് നിയമനം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഏതച്ഛന്മാർ അരമനയിൽ വന്നാലും ആ നിമിഷം നാട് മുഴുവൻ അറിയും. അതാണ് അച്ഛന്മാർക്ക് പേടി. മാത്രമല്ല, ആ അച്ഛന്മാർക്ക് മാസം തോറും ശമ്പളവും മറ്റലവൻസുകളും കൊടുക്കണമെങ്കിൽ അവരുടെ ശമ്പളവും മറ്റലവൻസുകളും എത്രയാണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ഭദ്രാസന ഓഫീസിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവർ ജോലിയിൽ പ്രവേശിച്ച് 3 മാസമായിട്ടും ഏതൊക്കെ പള്ളിയിൽ ഏതൊക്കെ അച്ഛന്മാരാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശമ്പളവും അലവൻസുകളും യഥാസമയം കൊടുക്കാനും കഴിയുന്നില്ല. കൃത്യമായി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന പല വൈദികർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. അതുകൊണ്ടെന്താ, തിടുക്കപ്പെട്ട് നിയമനം നടത്തിയ ഭദ്രാസന സെക്രട്ടറിയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും ഇപ്പോൾ വെട്ടിലായി. ഭദ്രാസന മെത്രാപ്പൊലീത്തയെ ചൂണ്ടുവിരലിൽ നിർത്താനും അരമന രഹസ്യം ചോർത്താനും നിയമിച്ചതും പുലിവാലായി. തിരുമേനിയെ പാഠം പഠിപ്പിക്കാൻ ഒരു അച്ഛൻ്റെ കൂടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നടത്തിയ നിയമനം മൂലം ഇപ്പോൾ കണക്കുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ തയ്യാറാക്കി ഭദ്രാസന പൊതുയോഗത്തിൽ അവതരിപ്പിക്കാൻ ചുമതലപ്പെട്ട ഭദ്രാസന സെക്രട്ടറി കണക്കുകൾ ശരിയാക്കുന്നതിനോ ഭദ്രാസന പൊതുയോഗം വിളിച്ചുകൂട്ടുന്നതിനോ തയ്യാറാകാത്തത് മൂലം ഭദ്രാസന കണക്കുകൾ പാസ്സാക്കിയിട്ടില്ല. ഇതൊന്നും നോക്കാൻ പുള്ളിക്ക് സമയം കിട്ടുന്നില്ല. ഉള്ള സമയം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലേ PhD കിട്ടൂ. അതും PhDയുടെ വിഷയം സോഷ്യൽ മീഡിയയിൽ ഭദ്രാസനത്തിൻ്റെ കുത്തിത്തിരിപ്പും. ഈ PhD തരപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിൽ കണക്കുകൾ നോക്കാൻ എവിടുന്ന് സമയം കിട്ടാനാ? കണക്കുകൾ പാസ്സാകാത്തതിനെപ്പറ്റി പരാതി ഉയർന്നപ്പോൾ അക്കാര്യം അന്വേഷിക്കുന്നതിനെ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കൽപ്പന പ്രകാരം തൃശൂർ ഭദ്രാസനാധിപൻ മിലിത്തിയോസ് തിരുമേനി അധ്യക്ഷനായ ഒരു കമ്മീഷനെ നിയമിച്ചു. അവർ അന്വേഷണം നടത്തി വരുന്നു. 3-ാം വർഷവും കണക്കുകൾ ശരിയാക്കാൻ പറ്റുകയില്ലെന്ന ബോധ്യം വന്നതോടെ പുതുതായി നിയമിച്ച വൈദികൻ്റെ ഭാര്യയെ നിലനിർത്തണോ പിരിച്ചുവിടണോ എന്ന ചിന്തയിലാണ് ഭദ്രാസന സെക്രട്ടറിയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും. കണക്കുകൾ എഴുതാൻ അറിയുന്ന ഒരാളെ കൂടി നിയമിച്ച് പ്രശ്നം പരിഹരിക്കാനും ആലോചനയുണ്ട്. ഒരാളിന് കൂടി ശമ്പളം കൊടുക്കുമ്പോൾ ഭദ്രാസനത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്കൊരു പ്രശ്നമേയല്ല. ഇവരാണ് ഭദ്രാസനം നന്നാക്കാൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഭദ്രാസനത്തെ നശിപ്പിക്കുന്നത് ഈ കുറുവാ സംഘമാണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഒരു വിശ്വാസി ദാനമായി കൊടുത്ത ചാലക്കുഴിയിലെ 40 സെൻറ് സ്ഥലത്ത് പ്രായമായവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഒരു അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുന്നതിനും മറ്റുമായി ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് പണിയുന്നതിനുള്ള പെർമിറ്റ് കിട്ടിയിട്ട് 1 വർഷത്തിലധികമായി. പെർമിറ്റിന് വേണ്ടി കോർപ്പറേഷനിൽ അടച്ച 2 ലക്ഷത്തോളം രൂപയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 15 ലക്ഷം രൂപയോളം അടച്ചതിൻ്റെ രസീതും ഭദ്രാസന ഓഫീസിലുണ്ടായിട്ടും അതൊന്നും പരിശോധിക്കാതെ ആരൊക്കെയോ തട്ടിയെടുത്തതായി ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ അവിടെ പണി നടത്തുന്നതിനുള്ള ഒരു ശ്രമവും കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ ഭദ്രാസനത്തിന് വരുമാനം കൂട്ടാൻ ബാധ്യതയുള്ള കൗൺസിൽ മെമ്പർമാർ തങ്ങളുടെ കൂടെ കൗൺസിലിലുള്ള പാളയം ട്രസ്റ്റിയിൽ നിന്നും മാർ ബസേലിയസ് സ്മാരക മന്ദിരത്തിൻ്റെ വാടക വരുമാനത്തിൻ്റെ വിഹിതം വാങ്ങാനുള്ള ശ്രമവും നടത്തുന്നില്ല. പള്ളികളിലെ അച്ഛന്മാർക്ക് പരാതി പറയാൻ പേടിയാണ്. പരാതി പറഞ്ഞാൽ അവർക്കെതിരെ ഭദ്രാസന കൗൺസിൽ നടപടിയെടുക്കുമോ എന്ന ഭയത്തിലാണ് അച്ഛന്മാർ. പുതുതായി നിയമിച്ചവരുടെ ജോലിയിലുള്ള അറിവുകേട് ചോദ്യം ചെയ്യാനും അവർ ഭയപ്പെടുന്നു. ഈ ഗൂഢസംഘം ഭദ്രാസനത്തെ തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സപ്പോർട്ട് മെത്രാപ്പൊലീത്തയുടെ മൗനവും.